വലിയ ആനയാണ്, വളരെ വയലൻ്റായിട്ട് നിന്നിരുന്ന ആന. ആനയെ മയക്കോട്ട് കിടത്തി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ആന എത്തുപോയി. ഞാൻ മനസ്സിലാക്കിയത് ആളെ കൊന്നാനാണ്. ആളെ കൊന്ന ദേഷ്യത്തിന് പാപ്പന്മാരതിനെ ദ്രോഹിച്ച് അതിൻ്റെ ലിവറെല്ലാം ഇടിച്ച് തകർത്തിട്ടാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരുപാട് കഥകൾ ആനയുടെ പറയാനുള്ള കാണാം. കുടമാണിക്ക് ക്ഷേത്രത്തിൽ ഓടിയാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. വൈകിട്ട് ഒരു 7 മണി മുതൽ രാത്രി 4 മണി വരെ ഒരാനയുടെ ഓടി അമ്പലത്തിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ ഒരു കൂട്ടമ്പലം മാത്രം ഉണ്ടായിരുന്നു. അവസാനം അതിൽ ഇദ്ദേഹം തന്നെ വന്നിട്ട് വെടിവെച്ച് നടക്കാനുണ്ടായിരുന്നു. അത് വലിയൊരു ആനയായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ പണിക്കർ സാറും ചീരൻ സാറും ഈ കാര്യം ഡെവലപ്പ് കൊണ്ടുവന്നില്ലായിരുന്നില്ല എത്രയോ ആളുകൾ പോലീസിന്റെ വെടികൊണ്ടോ അല്ലെങ്കിൽ ആർമിയുടെ വെടികൊണ്ടോ മരിച്ചു പോകുമായിരുന്നു. എത്രയോ ആളുകളെ കർഷകർക്ക് പോകുമായിരുന്നു. ഈ ആനയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ മെരുകുന്ന ഇൻഫന്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല പെരുമാറ്റം കൊണ്ടും അത്യാവശ്യം പേടികൊണ്ടും നന്നായിട്ട് ആനകൾ നിന്ന് പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ കാട്ടിൽ പോയിട്ട് ആനകളെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. കാട്ടിൽ പോയി കാണുന്ന ആനകളുടെ അത്ര കുഴപ്പം അതിനേക്കാളും കൂടുതൽ കുഴപ്പമാണ് നാട്ടിലെ ആനകൾ നിലതെറ്റിയെ കാണിക്കുന്നത്. ഞാൻ കാട്ടിൽ പലപ്പോഴും ആനകളുടെ 30 മിനിറ്റ് അടുത്ത് വരെ പോയിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ SP ആയിരിക്കുന്ന കാലത്ത് ഇതൊരു ജോലിയായിരുന്നു. ആഴ്ചക്ക് ഒരു ദിവസം ഏതെങ്കിലും കാട്ടിൽ ചെന്നതും ആനയെ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ കാട്ടുപുറത്തുകളെ കാണാൻ വേണ്ടി ചെല്ലും. ഈ വയനാട്ടിലെ കാട്ടിലൊന്നും ചെന്നിട്ട് തോൽപ്പെട്ടി കാട്ടിലൊന്നും പോയിട്ട് ഒരു ആനയും നമ്മളെ ആക്രമിക്കാൻ വന്നില്ല. ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ. അതിന് 4-5 കുട്ടികളുണ്ടായിരുന്നു വയറ്റിൽ. ആ ഒറ്റ സമയത്ത് എൻ്റെ കൂടെ 2 സായിപ്പന്മാർ, ഫോറിൽ നിന്ന് 2 സായിപ്പന്മാരുണ്ടായിരുന്നു. ജീപ്പിൽ വെറുതെ ആനയുടെ പുറകെ ഓടി വന്നു. വൃത്തിയൊന്നുമില്ല, ജീപ്പ് കൊണ്ട് ഓടി രക്ഷപ്പെടുകയും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ആന ചെയ്തില്ല. അപ്പൊ ആനയ്ക്ക് ഉത്തരവിലുള്ള ടെൻഡൻസി ആനയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഏറ്റവും അധികം ആനകളെ കൂട്ടത്തോടെ കണ്ടിട്ടുള്ളത് ഈ നോർത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കർണാടക ലിമിറ്റിലാണ്. പുൽപ്പള്ളിയിൽ നിന്ന് ഒരു 30-40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നോർത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആനകളെ കാണാൻ സീസൺ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു മഴയ്ക്ക് മുമ്പായിട്ടുള്ള സമയത്താണ് ഒരു 400 ആന 350 ആന ഒറ്റ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ MK ദാമോദർ സാർ ഡയറക്ടർ പ്രോസിക്യൂട്ടർ ആയിരുന്നാണ്. പ്രോസിക്യൂട്ടർ ഡയറക്ടറായിരുന്നു MK ദാമോദർ സാർ. GP ഡയറക്ടർ പ്രോസിക്യൂഷനല്ല, AG അഡ്വക്കേറ്റ് ജനറലായിരുന്നു MK ദാമോദർ സാർ. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആനകളുടെ കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ജീപ്പ് ഓടിച്ച് പോയിട്ടുണ്ട്. ഒരു ആനയോട് ഉപയോഗിച്ചിട്ടില്ല. പറയാൻ ഞാൻ എൻ്റെ കൂടെ DYSP പിടിച്ചു നിർത്തി. എന്താ സാർ വയസ്സായില്ലേ സാറിനെ പ്രായമുള്ള ഇങ്ങനെ പ്രദേശം കാണിക്കുന്നത് ആനക്കൂട്ടത്തിലൂടെ ചെന്ന് ചവിട്ടുകൊണ്ട് MK ദാമോദർ സാറിനെ കൊല്ലിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ അവസാനം പറയുന്ന പോലുണ്ട്. അത്ര ഞാൻ തോന്നിയിട്ടുണ്ട്. നാട്ടിലാനകളോട് എനിക്ക് അത്ര വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പല സ്ഥലത്തും വെച്ച് ഞാൻ കൂട്ടത്തിൻ്റെ മുകളിൽ നിന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നാട്ടിലാനകൾ വാരൊപ്പം നിൽക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നുള്ള കാര്യം ഞാൻ വളരെ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കി. ഇന്നും ആന ഓടിയില്ല, എവിടെ ആന ഓടിയില്ല, ഓടിച്ചാൽ താല്പര്യമാണ്. കുഴപ്പമുണ്ടായിട്ടില്ല, കുഴപ്പമുണ്ടായിട്ടിരിക്കുന്ന നോക്കട്ടെ. അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ കഴിക്കുമ്പോൾ ഒരാന ഓടി, പക്ഷെ അതിനെ പിടിച്ചെടുത്തിനൊന്നും പോകില്ല, വെടിയേറ്റ് കൊടുത്തിനൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളൊക്കെ തന്നെ അപ്പം കെട്ടിനാൻ വേണ്ടി അത്രയ്ക്ക് കുഴപ്പമില്ലാത്തതായിട്ടായിരുന്നു. അപ്പം ആന കൊണ്ട് നടക്കുന്ന കാര്യം അതിനെ സ്നേഹത്തോടെ കൊണ്ടു നടന്നാൽ വലിയ കുഴപ്പമില്ല. സ്നേഹമില്ലാതെ കൊണ്ടു നടന്നാൽ കാട്ടിലും മോശമാണ്. നമ്മുടെ നാട്ടാനാണ് എന്നത് മനസ്സിലാക്കണം. പിന്നെ ഇത് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് ആനയെ ദ്രോഹിക്കുന്നു, ആനയെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം, അതൊക്കെ അങ്ങനെയുള്ള പരാതികൾ ഒഴിവാക്കുന്നതിനൊക്കെ വഴിയുള്ളത് ആനയെ കാട്ടിലേക്ക് അടിച്ചുകൂടെ അതൊന്നും മാത്രമല്ല. അപ്പൊ അതിലേക്കൊന്നും നമുക്കിനി പോകാൻ പറ്റില്ല. ഇത് കാട്ടിലേക്കുള്ള ആനയായിട്ടും കാട്ടിലാനയിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംരക്ഷിക്കുന്നതിനും അതിന് വേണ്ട പഠനം നടത്തിയതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പഠിക്കാൻ വേണ്ടി മെഡിക്കൽ സാറോട് കൂടി നടന്നിട്ടുള്ള ഈ സംരംഭം, ഈ വെൽഫെയർ അസോസിയേഷൻ മുഖാന്തരം ആനകളുടെ ട്രെയിനിങ് കൊടുക്കുന്നതിനും പാപ്പന്മാരെ പഠിപ്പിക്കുന്നതിനും ഒക്കെ നടത്തുന്ന ഈ സംരംഭം വളരെ ഫലവത്താണ്. ഇത് ആനകൾക്കൊപ്പം നമ്മൾക്കും ഗുണകരമായിരിക്കും എന്നെനിക്കറിയാം. വെറുതെ ആന പദ്ധതി ഇതിനെപ്പറ്റി
അവർക്ക് മനസ്സിലായി യുദ്ധം തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആനകളെ ഉപയോഗിച്ചാൽ മതി. ആനകളെ ഉപയോഗിക്കുന്നതോടുകൂടി ആനകൾ പ്രശ്നം ഉണ്ടാക്കി ആനകളുണ്ടാക്കുന്ന നാശം മാത്രം മതി ഒരു യുദ്ധം തോൽക്കാൻ. അപ്പൊ ആനകളെ ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നവർ അധികമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവെ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെയാണ് ആനകൾ നമ്മുടെ നാട്ടിൽ നാട്ടാനകളായിട്ട് വരാനിടയായ സാഹചര്യം. എന്തായാലും അതിപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ഇത്രയും ഡെക്കറേറ്റീവായിട്ട് ഇത്രയും ഭംഗിയുള്ള കാണാൻ ചന്തമുള്ള ഒരു അനിമൽ വേറെയില്ല. അതിനെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കഴിയുന്നതിന് വേണ്ടി ഉള്ള സംരംഭങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ